ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാ ചില്ലി പൗഡർ ആയാലും മതി. പിന്നെ ആവശ്യത്തിന് വേണ്ടി ഉപ്പ്, സൺഫ്ലവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, പിന്നെ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഫ്ലോർ ആയാലും മതി, പിന്നെ ഗ്രാം ഫ്ലോർ, കടലമാവ്, അരിപ്പൊടി, പിന്നെ ചെറുതായി ഇത് ചതച്ച വെളുത്തുള്ളിയും ഗാർലിക് പേസ്റ്റും, പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലി ഇല അതും ചെറുതായി അരിഞ്ഞത്, പിന്നെ സവാള വലിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ചെറുതായി അരിഞ്ഞ ചിക്കൻ പീസസ്, പിന്നെ സോയ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ പീസസ് ഇടുക. അതിലേക്ക് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. അതിലേക്ക് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ, ഇതിൽ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അതിടുക. പിന്നെ അരിപ്പൊടി ഇടുക, അത് 2 ടീസ്പൂൺ മതിയാവും, ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് കടലമാവ്, അതും ഒരു 1.5-2 ടീസ്പൂൺ മതിയാകും. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇടുക. അതിനുശേഷം കാശ്മീരി ചില്ലി അല്ലെങ്കിൽ സാധാ ചില്ലി പൗഡർ ഉപയോഗിക്കാം. അത് ആവശ്യത്തിന് ഇടുക. എരിവ് എത്ര വേണമെന്നുള്ള ആവശ്യത്തിന് ഇടുക. അതിന് ശേഷം പിന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇടുക. അത് ആവശ്യത്തിന് മതിയാകും. പിന്നെ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കുക. ഇത് നമുക്കൊരു പുളിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സോയ സോസ് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഉപ്പ് പൊടി നമ്മൾ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഇടുക. അതെല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഇടുക. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക, ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി. എന്നിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തിളയ്ക്കാൻ വെച്ചിട്ട് ഓരോ പീസായിട്ട് ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും തിരിച്ച് കോരിയെടുക്കുക. കൂടുതൽ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ എണ്ണ മാറ്റിയിട്ട് വളരെ കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ വെളുത്തുള്ളി ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലൈസ് വെച്ചിരിക്കുന്ന സവാള അത് ഇട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു ബ്രൗൺ
ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപ്പും ആഡ് ചെയ്യുക. എന്നിട്ടതിൽ ഗ്രീൻ ചില്ലി മുളക് കട്ട് ചെയ്ത മുളകും ആഡ് ചെയ്യുക. എന്നിട്ടൊരു 2-3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് അത് ഒഴിക്കുക. ടൊമാറ്റോ സോസ് കൂടുതൽ ഓവർ ആവുമെന്ന് നോക്കുക. ഫുള്ളും ടൊമാറ്റോയുടെ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് അത് ആവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനൊരു 1-2 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂണ് സോയ സോസും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്മോൾ ചിക്കൻ പീസസ് ഇട്ടൊന്ന് ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ടാണ് വേണമെങ്കിൽ ഇത്രയും വെള്ളം ഒന്ന് ആഡ് ചെയ്ത് ഇത്രയും ചെയ്താൽ മതിയാകും. മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഗ്രേവി പോലത്തെ ഒരു ഇത് വേണമെങ്കിൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.